സിദ്ധം പറഞ്ഞത് കേട്ടതിന് ശേഷം മനസ്സിനൊരു സമാധാനമില്ല. അതാ പണിക്കരോട് രാവിലെ തന്നെ വരാൻ പറഞ്ഞത്. ആദ്യം എനിക്ക് അയാള് പറയുന്നൊന്നും വിശ്വാസമില്ലായിരുന്നു. പക്ഷെ രവിയേട്ടനെ പാമ്പ് കടിക്കുമെന്ന് അയാള് പ്രവചിച്ചത് ശരിയായെന്നറിഞ്ഞപ്പോ എനിക്കൊരു പേടി തോന്നി. മോളുടെ കല്യാണം 41 ദിവസത്തിനൊക്കെ നടന്നില്ലെങ്കിൽ കുടുംബത്തിന് വലിയ അപമാനം സംഭവിക്കുന്ന ആ സിദ്ധം പറഞ്ഞത്. അദ്ദേഹത്തിന്റെ കഴിവുകളെ കുറിച്ച് കുറെ കഥകൾ ഈ നാട്ടിലുണ്ട്. അദ്ദേഹം പറഞ്ഞതില് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവും. അത് തന്നെ എന്റെ പേടി. എന്റെ 2 മക്കളും എനിക്കുണ്ടായെന്നുള്ളതല്ലാതെ അവർ വെറും തെറ്റും ചെയ്തിട്ടില്ല. ദൈവം അവരെ ഇങ്ങനെ പരീക്ഷിക്കുന്നത് ശരിയാണോ? എന്താ അച്ഛൻ ഇങ്ങനെയൊക്കെ പറയുന്നത്? സാരമില്ല മോളെ, അച്ഛൻ മനസ്സിലെ ഭാരമൊക്കെ ഇറക്കി വെക്കട്ടെ. സിദ്ധം പറഞ്ഞതുപോലെ എത്രയും പെട്ടെന്ന് ലക്ഷ്മിയുടെ കല്യാണം നടത്തണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ കല്യാണത്തിന്റെ യോഗമൊക്കെ തീരുമാനിക്കുന്നത് ഈശ്വരനല്ലേ? അതാ ഇവിടെ സമയം നോക്കിക്കാമെന്ന് കരുതിയത്. ലക്ഷ്മിയുടെ കല്യാണത്തിന് തടസ്സങ്ങളൊന്നും കാണുന്നില്ല. പെട്ടെന്ന് തന്നെ ഒരു പയ്യനെ കിട്ടും എന്നാണ് കാണുന്നത്. ഓ, ഇപ്പൊ അന്വേഷിച്ചു തുടങ്ങിയാൽ ഒരു മണ്ഡലത്തിനുള്ളിൽ തന്നെ ഒരു പയ്യനെ കിട്ടും എന്ന് തന്നെയാണ് കാണിക്കുന്നത്. പക്ഷേ സിദ്ധൻ പറഞ്ഞതുപോലെ ഒരു പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നമാ പണിക്കരെ? കൂടപ്പിറപ്പ് കാരണം ലക്ഷ്മിക്ക് ഒരു അപമാനം ഉണ്ടായില്ലേ? ഇനിയും അത് ആവർത്തിക്കാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് കാണിക്കുന്നത്. അദ്ദേഹം പറഞ്ഞ സമയത്തിനുള്ളിൽ കല്യാണം നടന്നില്ലെങ്കിൽ പിന്നെ ലക്ഷ്മിക്ക് മംഗല്യയോഗം ഉണ്ടാകുമോ എന്ന് പറയാൻ പറ്റില്ല. ആണായി ഒരുത്തനെ പ്രസവിച്ചെന്ന് കരുതി ഇനി ഞാൻ എന്തൊക്കെ അപമാനം സഹിക്കേണ്ടി വരുമോ? ഇതിന് പരിഹാരമൊന്നുമില്ലേ പണിക്കരെ? ഉണ്ട്. ഉമാമഹേശ്വര ക്ഷേത്രത്തിൽ പോയി ചില വഴിപാടുകൾ നടത്തി പ്രാർത്ഥിച്ചാൽ വരാൻ പോകുന്ന പ്രശ്നങ്ങളുടെ വീര്യം കുറച്ചു കുറയും. എത്രയും പെട്ടെന്ന് കല്യാണം നടത്തുന്നത് തന്നെയാണ് നല്ലത്. ഇപ്പോഴുള്ള സാമ്പത്തിക സ്ഥിതിയിൽ പെട്ടെന്നൊരു കല്യാണം നടത്താൻ ഞങ്ങളെ കൊണ്ടാവില്ല പണിക്കരെ. നമ്മുടെ കഴിവുകൾക്കപ്പുറമുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള ധൈര്യവും സാഹചര്യവും ഒരുക്കി തരാൻ ദൈവത്തിന് മാത്രമേ കഴിയൂ. വിശ്വാസം കൈവിടാതിരിക്കുക. നല്ലത് മാത്രമേ നടക്കൂ. ദക്ഷിണ കൊടുക്കണ്ടേ? അതെടുത്ത് വെച്ചിട്ട് ഒരു കാര്യം ഞാൻ ഇപ്പോഴേ പറയാം. ജീവിതകാലം മുഴുവൻ കല്യാണം കഴിക്കാതെ ഈ വീട്ടിൽ നിൽക്കേണ്ടി വന്നാലും എനിക്ക് ഒരു വിരോധവും ഇല്ല. ഇത്രയും പെട്ടെന്ന് ഒരു കല്യാണം നടത്താൻ വീണ്ടും കടം വാങ്ങി വലിയ പ്രശ്നത്തിൽ ചെന്ന് ചാടരുത്. എനിക്ക് വീണ്ടും ആളുകളുടെ മുന്നിൽ നാണം കെടാൻ വയ്യ. ഇവളെന്താ ഇങ്ങനൊക്കെ പറയുന്നേ? കല്യാണം നടത്താൻ നോക്കി നമുക്ക് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാനായിരിക്കും. എനിക്ക് ജോത്സ്യൻ പറഞ്ഞ പരിഹാരം ചെയ്യുന്നതാ നല്ലതെന്ന് തോന്നുന്നു. അത് ശരിയാ. വരാൻ പോകുന്ന പ്രശ്നങ്ങൾ തടുക്കാൻ മാത്രമല്ല, ചിലപ്പോ ലക്ഷ്മിയുടെ കല്യാണം നടക്കാനും അത് സഹായിച്ചെന്ന് വരും. അദ്ദേഹം പറഞ്ഞ അമ്പലം പാറുവിന്റെ ഹോസ്റ്റലിന്റെ അടുത്തല്ലേ? അതെ, ഞാൻ ഇന്ന് തന്നെ പാറുവിനെ ചെന്ന് കാണാം. അവളോട് ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് അവിടുന്ന് നേരെ അമ്പലത്തിൽ പോയി പരിഹാരം നടത്തി തിരിച്ചു വരാം. ശരി. പിന്നെ ലക്ഷ്മിയോട് ഞാൻ പോകുന്നത് വരെ ഒന്നും പറയാൻ നിൽക്കണ്ട. അവിടെ എന്നെ തടയും.